ഹലോ ഫോക്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ എന്താ പറയുക, ഇപ്പോൾ റീൽസിൽ കാണുന്ന പോലെ ഭയങ്കര ഭയങ്കര ഒരു ചേഞ്ച് പോലെ ഒന്നും ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ല. അതായത് ഭയങ്കര ലീൻ ആയിട്ടുള്ള ഒരാൾ നല്ല മസിൽ മാസ് വരുന്ന പോലെയോ, അല്ലെങ്കിൽ നല്ല തടിച്ചിട്ടുള്ള ആൾ നല്ല രീതിയിൽ ഷ്രെഡായി വരുന്ന പോലെയോ, ലൈക്ക് അത്രയൊന്നും ഒരു ഇമ്പാക്ട് ഉണ്ടാവില്ല. ഇത്രയും കാലമായിട്ട് ഞാൻ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ഇതുവരെ വർക്കൗട്ട് ചെയ്തിട്ടില്ല. ആസ് ഇൻ ഡയറ്റോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. എപ്പോഴും ഒരു മെയിൻ്റനൻസ് പോലെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആസ് ഇൻ എന്നോട് ഫ്രണ്ട്സ് ചോദിക്കാറുണ്ടായിരുന്നു, ബൾക്കിംഗ് ആണോ കട്ടിംഗ് ആണോ എന്നൊക്കെ. അപ്പോൾ എവറി ടൈം ഐ വാസ് ലൈക്ക് സെയിങ് ഐ ആം മെയിൻറ്റെയിനിങ്. അപ്പോൾ ഇത്രയും കാലം ഞാൻ ഡയറ്റൊന്നും അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടില്ല. ഞാൻ ഇത്രയും കാലം ജനറൽ ട്രെയിനേഴ്സിന് അണ്ടറിലാണ് വർക്ക് ചെയ്തത്. അതായത് ഒന്നുകിൽ ഫ്രണ്ട്സ് ആരെങ്കിലും എന്തെങ്കിലും അഡ്വൈസ് തരും, അല്ലെങ്കിൽ ഞാൻ പോകുന്ന ജിമ്മിലത്തെ ട്രെയിനർമാർ എനിക്ക് ട്രെയിനിങ് തരും. അല്ലാണ്ട് ഞാൻ ഒരു പേഴ്സണൽ ട്രെയിനിങ് എടുത്തിട്ടില്ല. ഇത്തവണ ഞാൻ പേഴ്സണൽ ട്രെയിനിങ് എടുക്കണം എന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് ആരാണെന്നൊക്കെ ഞാൻ പിന്നീട് റിവീൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊരു സീരീസ് ആയി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഡേ 1, ഡേ 2, ഡേ 3 എന്നുള്ള രീതിയിൽ ഡെയിലി സെയിം കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എന്തെങ്കിലും മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ജേർണിയിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആസ് ഇൻ എൻ്റെ ഡയറ്റോ, എൻ്റെ വർക്കൗട്ട് ഷെഡ്യൂളോ, അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളോ, ഞാനത് ഓവർകം ചെയ്യുന്ന കാര്യങ്ങളോ ഓവർകം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒക്കെ, ലൈക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇത്രയും കാലം എടുത്തുകൊണ്ടിരുന്ന ഡയറ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെ അശ്വിൻ ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോട്ടീൻ ആയിട്ട് നമ്മൾ എന്ത് കണ്ടാലും നമ്മളത് കഴിച്ചിരിക്കണം, അല്ലെങ്കിൽ അത് എടുത്തിരിക്കണം, ഈ പൂച്ചനൊക്കെ കാണിച്ചിട്ട്. 5 months ആയിട്ട് ഞാൻ നല്ല രീതിയിൽ ചീറ്റ് ഡയറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രെയിം മൊത്തത്തിൽ പോയി. അപ്പോൾ ഞാൻ മെൻ്റലി കുറച്ച് ഡൗൺ ആണ്. അപ്പോൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചത്. മെൻ്റലി, ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഒന്ന് ട്രാൻസ്ഫോം ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 90 days ട്രാൻസ്ഫോർമേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായൊരു ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഇപ്പം കുറച്ച് ഫ്രെയിം ഔട്ട് ആണ് ഞാൻ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കും. ഞാൻ എൻ്റെ മസിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ഫ്രെയിം കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഹ്യൂജ് ആക്കാന്നല്ല, ബെറ്റർ ആക്കാൻ. അതായത് ഇപ്പോൾ എൻ്റെ ചെസ്റ്റ് ഒക്കെ വീക്കാണ്, അതേപോലത്തെ പല മസിൽസും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഇമ്പ്രൂവ്മെന്റ്സ് ആണ് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി ടുഡേ ഈസ് ഡേ 1. സോ ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ഡയറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ ട്രെയിനർ ആരെന്നൊക്കെ ഞാൻ പിന്നീട് റിവീൽ ചെയ്യുന്നതാണ്. ഡയറ്റ് പ്ലാൻ പിന്നീട് റിവീൽ ചെയ്യുന്നതാണ്. ഏത് സ്പ്ലിറ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നും ഇതൊക്കെ ഞാൻ വരുന്ന എപ്പിസോഡ്സിൽ പറയുന്നതായിരിക്കും. ട്രാൻസ്ഫോർമേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വാവ് ഫാക്ടർ ഒന്നും ഉണ്ടാവുന്ന ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കില്ല, ദാറ്റ്സ് ഫോർ ഷുവർ. ബിക്കോസ് എൻ്റെ നാച്ചുറൽ പൊട്ടൻഷ്യലിൻ്റെ ഒരു 70-80% ഞാൻ ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത് 100% ആക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രേ ഉള്ളൂ. സോ എൻ്റെ ഒരു ഈ ചെറിയ ജേർണിയിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും എന്ന് പറയുമ്പോൾ ചെറിയൊരു ഫാമാണ് എനിക്കുള്ളത്. എനിക്ക് ബിഗ് ഫോളോയിങ്ങോ അല്ലെങ്കിൽ വലിയ സപ്പോർട്ടേഴ്സോ, ലൈക്ക് അങ്ങനത്തെ ഒരു വലിയൊരു ആളെന്നല്ല ഞാൻ. പക്ഷേ വലിയ ആളാവണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ യു ഡോണ്ട് ഹാവ് ടു ബി ഗ്രേറ്റ് ടു സ്റ്റാർട്ട്, ബട്ട് യു ഷുഡ് സ്റ്റാർട്ട് ടു ബി ഗ്രേറ്റ്. ഇത് ഞാൻ പണ്ട് എവിടെയോ കേട്ടൊരു കോട്ടാണ്. സോ ഇത് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരാളാണ്. സോഫാർ എൻ്റെ ജീവിതത്തിൽ സക്സസ് വളരെ കുറവാണെങ്കിൽ കൂടെ ഒരു ദിവസം സക്സസ് ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോപ്പ് വൺ ഡേ ഐ റീച്ച് സക്സസ്, ദാറ്റ്സ് ഫോർ ഷുവർ. എല്ലാവരും സക്സസ്ഫുൾ ആവും, നിങ്ങളും സക്സസ്ഫുൾ ആവും. കീപ് വർക്കിംഗ് ഹാർഡ്. Thank you so much for supporting me and keep supporting me. Thank you. Oh my god. ഇന്ന് എന്ത് ദിവസമാണെന്ന് ഓർമ്മയില്ല. അത് പറഞ്ഞേ തീരുള്ളൂ എനിക്ക്.